കണ്ഠരാജീവർ അദ്ദേഹത്തിൻ്റെ മൊഴി കഴിഞ്ഞു. അതിനുശേഷം മറ്റേ ഇദ്ദേഹത്തിൻ്റെ ചേട്ടൻ്റെ മകനാണല്ലോ ഇപ്പം, അത് പേര് തന്ത്രി പയ്യൻ, അവൻ്റെ അടുത്ത് ചോദിച്ചു പറഞ്ഞു ഇത് വാതിലും പൊളിക്കുന്നതിന് വേണ്ടിയുള്ള കാര്യങ്ങളുമായിട്ട് സമീപിച്ചു. അതിനകത്ത് അത് അനുവദിക്കാൻ പറ്റത്തില്ല, അല്ലെങ്കിൽ അതിനകത്തൊരു തടസ്സം നിന്നതിന് ശേഷമാണ് അത് കൊണ്ടുപോകാതിരുന്നത്. അപ്പോൾ ഇത് വളരെ കൃത്യമായിട്ട് ആസൂത്രിതമാണ് കൊള്ള. അപ്പം ഇതിനകത്ത് പിന്നെ ഈ ജയറാമിന് വന്നു, ഇതിനകത്ത് ഒരു അന്വേഷിക്കുന്നു, അല്ലെങ്കിൽ ജയറാം വന്നു ചേരുന്നു. ജയറാമിനെ ഇതിനകത്ത് കൃത്യമായ കാര്യം, അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ വീട്ടിൽ മാത്രം ഉണ്ണികൃഷ്ണൻ പോറ്റി കൊണ്ടുവന്ന് പൂജ നടത്തുന്നു. ആ പൂജ നടത്തിയതിൻ്റെ പിറകിൽ അന്താരാഷ്ട്ര റാക്കറ്റിന് സഹായമാകുന്നു. അവർക്ക് ഇവിടെ വന്നിരുന്ന് ഇത് കാണുന്നതിന് വേണ്ടി ഉള്ളതാണെന്നുള്ള വാർത്ത വരുന്നു. അതായത് ഇതുവരെ ചോദ്യം ചെയ്തിട്ടില്ല. അദ്ദേഹം ഒരു കുഴപ്പമില്ലാത്ത ആളാണ്, കുഴപ്പം ചെയ്യാത്ത ആളാണ്. മറ്റ് പല കാര്യം അയാളെ അറസ്റ്റ് ചെയ്യാൻ ഒരു കുഴപ്പവും വേണ്ട. അന്വേഷണ സംഘത്തിന് കൂട്ടുപ്രതിയായിട്ട് അറസ്റ്റ് ചെയ്യാം. വാസുവൊക്കെ അങ്ങനെ വന്നിട്ടുള്ളതാണെന്നാണ് നമുക്കിപ്പോൾ മനസ്സിലാവുന്നത്. അത് കൂട്ടുപ്രതിയായിട്ട് അറസ്റ്റ് ചെയ്യാം. കാരണം ഈ സാധനം, ഇത്രയും വിലപ്പെട്ട സാധനം ഇയാളുടെ വീട്ടിൽ കൊണ്ടുവച്ച് കൈകാര്യം ചെയ്തില്ലേ, ഇത്രയും ആൾക്കാരായിട്ട് ബന്ധമില്ല. അതേ രീതിയിൽ തന്നെ തന്ത്രിയെ അറസ്റ്റ് ചെയ്യാമല്ലോ. അപ്പോൾ അറസ്റ്റ് ചെയ്യണമെങ്കിൽ അത്ര നിയമം, അപ്പോൾ ഇവരെ രക്ഷിച്ചെടുക്കുന്നതിന് വേണ്ടിയുള്ള ഒരു നിയമം. അതുപോലെ തന്നെ ഇതിനകത്ത് എന്തുകൊണ്ട് കോൺഗ്രസ് നേതാക്കൾ, എന്തുകൊണ്ട് BJPയുടെ പ്രമുഖർ ഒക്കെ ഇതിനകത്ത് നിന്ന് മാറി നിൽക്കുന്നു, അല്ലെങ്കിൽ അവർ സമരത്തിൽ ഏർപ്പെടുന്നു. അപ്പോൾ ഇതിനകത്ത് പറവട്ടം നമ്മൾ പറഞ്ഞിട്ടുള്ളത്, പപ്പൻ പറഞ്ഞ 2007 തൊട്ട് ഉണ്ണികൃഷ്ണൻ പോറ്റി അവിടെ ഉണ്ട്. ഈ കൊള്ള ദ്വാരപാല ശില്പവും വാതിൽപ്പടിക്കകത്ത് ഒതുങ്ങുന്നതല്ല. കൊടിമരത്തിനകത്ത് കൊള്ള നടന്നിട്ടുണ്ട്. അതേ ഫോർമാറ്റാണ് ഇങ്ങോട്ട് മാറ്റിയത്. കൊടിമരത്തിൻ്റെ അകത്ത് കൊടിമരം നിർമ്മിക്കുന്ന സമയത്ത് ഈ പറയുന്നത് പോലെ അവിടുന്ന് കൊണ്ടുപോകാൻ പറ്റാത്ത സാധനങ്ങൾ വെളിയിൽ കൊണ്ടുപോയിട്ടുണ്ട്. അതുപോലെ അവിടെ സ്പോൺസർമാർ വരുമ്പോൾ ആ സ്പോൺസർമാരുമായിട്ട് ബന്ധം സ്ഥാപിക്കുന്നതിന് ഉണ്ണികൃഷ്ണൻ പോറ്റി ഇദ്ദേഹം ഉപയോഗിച്ചിട്ടുണ്ട്. ഇതെല്ലാം വളരെ കൃത്യമായിട്ട് വ്യക്തത വരുത്തി പറയുമ്പോൾ ദേവസ്വം ബോർഡിൻ്റെ തീരുമാനം തിരുത്തി പപ്പൻ സമ്മതിക്കുന്നു. ഞാൻ തിരുത്തിയതിൻ്റെ കൂട്ടത്തിൽ എൻ്റെ കൂടെ തിരുത്താൻ രണ്ടുപേരുന്നവരെ എന്താ പ്രതിയാക്കാത്തേ? അപ്പം അപ്പം SIT ആണെങ്കിലും കോടതി ഇടപെടുമ്പോഴും SIT കോടതിക്കകത്ത് പറയും ഞങ്ങൾ അന്വേഷിച്ചപ്പോൾ ഇന്ന ആളില്ല. അപ്പോൾ ഇതിനകത്ത് ജയറാമിനെയും തന്ത്രിയെയും, അല്ലെങ്കിൽ ഇദ്ദേഹം പറയുന്ന ചില ഉന്നതമായിട്ടുള്ള മന്ത്രിമാരെയൊക്കെ ഇതിനകത്ത് ഒതുക്കാൻ ശ്രമിക്കുന്നതിൻ്റെ ഭാഗമായിട്ട്, അല്ലെങ്കിൽ ബോധ്യപ്പെട്ടിട്ട് അതിനകത്ത് ഒരുപക്ഷെ RC വിചാരിക്കുന്നുണ്ടാവും ഏത് പാർട്ടിക്കാരനായാലും ആരായാലും ഈ കൊള്ളയടിച്ചവൻ വെളിയിൽ വരട്ടെ, ഈ കൊള്ള സംഘം പുറത്താകട്ടെ, അല്ലെങ്കിൽ ഈ വളരെ കാലമായിട്ട് ഈ ശബരിമലയിൽ ഒരുപക്ഷെ നടന്നുകൊണ്ടിരിക്കുന്ന പല രീതിയിലുള്ള കൊള്ള അവിടുന്ന് പൈസ വരുന്ന വാരിക്കൊണ്ടുമാര് പോവും, അല്ലെങ്കിൽ കണക്ക് സാധനം മേടിച്ചെന്ന് പറഞ്ഞ സാധനം മേടിക്കാതാവും, അല്ലെങ്കിൽ ലേലത്തിനകത്ത് കമ്മീഷൻ നടത്തും, മരാമത്ത് പണിക്കകത്ത് കമ്മീഷൻ ഉണ്ടാക്കും, കോടികളുണ്ടാക്കും, അല്ലെങ്കിൽ പല രീതിയിലും. ഇപ്പോൾ ഏറ്റവും അവസാനം കൊള്ളയടിച്ച് വാതിൽപ്പടിയും ദ്വാരപാല ശില്പത്തിൻ്റെ കഥയെ നമുക്കറിയത്തുള്ളൂ. സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.